തന്റെ ഭാര്യ തന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊരു കാരണത്താൽ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയാണ്. എന്നാൽ ഈ ഒരു വിവരം ഭാര്യയോട് പറയുന്നു. എന്നാൽ ഭാര്യ അവനെ അടിച്ച് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് സതി ലീലാവതി എന്ന രസകരമായൊരു സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായകനായ റാം തന്റെ ഭാര്യയെ ലീലാവതിയും കൊണ്ട് കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ലീലാവതിയാണ് കഥാനായിക. പിന്നീട് ആരാണ് ലീലാവതി, ആരാണ് റാം എന്നതാണ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത്. ലീലാവതി ജനിച്ചത് ഒരു ആവറേജ് കുടുംബത്തിലാണ്. ലീലാവതിയുടെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്ക. കാരണം അച്ഛനാണെങ്കിലോ ഒരു പിശുക്കനാണ്. ഒരു ചെറിയ ഭക്ഷണ സാധനങ്ങൾ പോലും അച്ഛനാണെങ്കിൽ അമിതമായിട്ട് ഉപയോഗിക്കുവാൻ പോലും സമ്മതിക്കത്തേയില്ല. ചിക്കൻ വെച്ചാൽ പോലും എന്തിനാ ഇത്ര ചിക്കൻ വെക്കുന്നത്, കുറച്ച് വെച്ചാൽ പോരെ എന്ന് ചോദിച്ച് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമാണ് വരുന്നത്. കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും വഴക്കു കൂടുന്നത് കണ്ടാണ് ലീലാവതി വളരുന്നത്. അങ്ങനെയിരിക്കെ ലീലാവതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛൻ ലീലാവതിയും കൂട്ടി ഒരു ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ആശ്രമത്തിൽ വെച്ചായിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ നടക്കുന്നത്. എന്നാൽ അവിടേക്ക് ഒരു കൊച്ചു പയ്യൻ വരികയാണ്. ആ പയ്യനാണ് നമ്മുടെ റാം. റാം വന്നിട്ട് ഒരു പീസ് കേക്ക് വാങ്ങി തന്റെ കൂട്ടുകാരന് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ആരായിരിക്കും ഈ കൂട്ടുകാരൻ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ലീലാവതി പിന്നാലെ പോകുന്നു. നോക്കിയപ്പോഴോ കുഞ്ഞൊരു നായ്ക്കുട്ടിയായിരുന്നു. നായ്ക്കുട്ടിക്കാണ് റാം ആ കേക്ക് കൊടുത്തത്. അതോടുകൂടി ലീലാവതിക്ക് റാമിനെ ഒരുപാട് ഇഷ്ടമായി. വളരും തോറും അവളുടെ ഇഷ്ടവും വളർന്നുകൊണ്ടേയിരുന്നു. ഒൺ സൈഡായിട്ടാണ് റാമിനെ പ്രണയിക്കുന്നത്. എന്നാൽ ലീലാവതിയെ ഒൺ സൈഡായിട്ട് പ്രണയിക്കുന്ന അവളുടെ മുറച്ചെറുക്കനുണ്ട്. പക്ഷേ വലുതായപ്പോഴോ മുറച്ചെറുക്കനാണെങ്കിൽ വളർന്നില്ല, ലീലാവതിയും വളർന്നുപോയി. അതുകൊണ്ട് തന്നെ ലീലാവതിക്ക് മുറച്ചെറുക്കനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വളർന്നു വലുതായപ്പോൾ റാമാണെങ്കിലോ നന്നായിട്ട് പഠിക്കുകയും പുറത്ത് ജോലി വാങ്ങിയത് കൊണ്ട് തന്നെ ആശ്രമം വിട്ടു പോവുകയാണ് ചെയ്തത്. ലീലാവതി വളരും തോറും അവളുടെ മനസ്സിൽ റാമിനോടുള്ള പ്രണയവും കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ തന്റെ മനസ്സിലുള്ള ഇഷ്ടം റാമിനോട് അവൾ തുറന്നു പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. ലീലാവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമ ഡയറക്ടർ ആകണമെന്നായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡയറക്ടറായി. അവളുടെ ആദ്യത്തെ സിനിമ തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിനിമ എടുക്കുവാനായും പോവുകയാണ്. ലീലാവതി അന്വേഷിച്ച് സിനിമാ സെറ്റിലേക്ക് ഭർത്താവായ റാം എത്തുന്നു. ലീലാവതിയെ കാണണമെന്ന് പറയുമ്പോഴോ അവൾ ഒരുപാട് തിരക്കിലായതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുവാനായിട്ടാണ് റാമിനോട് എല്ലാവരും പറയുന്നത്. റാം എന്തോ വലിയ അത്യാവശ്യ കാര്യത്തിലാണ്. എന്നാൽ അതേസമയം ലീലാവതി അന്വേഷിച്ച് പഴയ പ്രൊഡ്യൂസറും വരുന്നുണ്ട്. തനിക്ക് പുതിയൊരു സിനിമ കൂടി എടുക്കണമെന്നാണ് പ്രൊഡ്യൂസർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ലീലാവതി പറയുന്നതോ താൻ ഈ ഒരു ഫീൽഡിൽ നിന്നും ഇനി ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. ഒരു വർഷത്തേക്ക് താൻ ഇനി അടുത്ത സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ എടുക്കുന്ന സിനിമ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ എന്തായാലും ബ്രേക്ക് എടുക്കുവാൻ പോവുകയാണെന്നായിരുന്നു ലീലാവതിയുടെ മറുപടിയും. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് റാമാണെങ്കിൽ സാധനമൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വെക്കുന്നത് കണ്ട് നീ എവിടേക്ക് പോവുകയാ, എന്താ എന്നോടൊന്നും പറയാത്തതെന്ന് ലീലാവതി ചോദിക്കുന്നു. അപ്പോഴാണ് ലീലാവതിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ലീലാവതി അന്വേഷിച്ച് റാം സെറ്റിൽ വന്നല്ലോ. അവൻ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം ലീലാവതിക്ക് മനസ്സിലായിട്ടും അവൾ അവനോട് സംസാരിക്കുവാനായിട്ട് കൂട്ടാക്കിയില്ല. കാര്യം അവൾ അത്ര വലിയ തിരക്കിലായിരുന്നു. എന്നാൽ റാമിനോട് നീ എവിടേക്ക് പോവുകയാണെന്ന് ലീലാവതി ചോദിക്കുമ്പോഴോ എനിക്ക് ഈ ജീവിതം മടുത്തു. ഇങ്ങനെ എത്ര നാളാ നമ്മൾ ജീവിക്കുന്നത്? നിനക്കൊന്നിനും സമയമില്ല. എന്നോടൊന്ന് സംസാരിക്കാനോ എന്നോടൊപ്പം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും നിനക്ക് സമയമില്ല. നമ്മൾ വിവാഹം കഴിച്ച സമയത്ത് എങ്ങനെയാ ജീവിച്ചത്? എപ്പോഴും നമ്മൾ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് നമുക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ജീവിതമാ നമുക്കുള്ളത്? നീ നിന്റേതായ കാര്യങ്ങളിൽ നീ തിരക്കിലാണ്. എന്നോടൊന്ന് സംസാരിക്കുവാൻ പോലും നീ കൂട്ടാക്കുന്നതേയില്ല. എന്തെങ്കിലും കാര്യമുണ്ടായാൽ ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ അസിസ്റ്റന്റായ പയ്യനാണ് കോൾ എടുക്കുന്നത്. അവനായിരിക്കും പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും. എന്നിട്ട് നീ വിളിക്കുമോ? ഇല്ലല്ലോ. നിന്നെ ഞാൻ എപ്പോഴാ കാണുന്നത്? വല്ലപ്പോഴും മാത്രം. ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നാൽ പോലും നിന്റെ അസിസ്റ്റന്റ് നിന്നോടൊന്ന് സംസാരിക്കുവാൻ പോലും എന്നെ അനുവദിക്കുന്നതേയില്ല. അവനാണ് എന്നോട് സംസാരിക്കുന്നത്. ഫുഡ് പോലും അവനാണ് കൊണ്ടുതരുന്നത്. ഞാൻ ഈ ഒരു ഏകാന്ത ജീവിതം മടുത്തു തുടങ്ങി. എനിക്ക് ആകെ ഡിപ്രഷനിലായപ്പോൾ ഞാനാണ് സൈക്യാട്രിസ്റ്റിനെ കാണുവാൻ വേണ്ടിയിട്ട് പോയത്. മാത്രമല്ല ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിച്ച് ഞാൻ മടുത്തു. സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയതിനു ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമുക്ക് ഡിവോഴ്സ് ആകാമെന്ന്. അത് കേട്ടതും ലീലാവതി ഞെട്ടിപ്പോകുന്നു. റാം പറയുന്നതെല്ലാം കേട്ട് ആരാള്? ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ അതോ വേറെ ആരെങ്കിലുമോ? അത് കേട്ട് റാം ഞെട്ടിപ്പോവുകയാണ്. റാമിന്റെ മറുപടി ഡോക്ടറൊന്നുമല്ല,
ഹോസ്പിറ്റലിലെ നഴ്സാണ് എന്നായിരുന്നു. അത് കേട്ടതും ലീലാവതിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഞാൻ തരാത്ത എന്ത് സ്നേഹമാണ് അവൾ നിനക്ക് തന്നത്, എന്താ നീ അവളിൽ കണ്ടത് എന്നൊക്കെ ചോദിച്ച് ലീലാവതി ദേഷ്യപ്പെടുന്നു. അവൾ എന്നെ ഒരുപാട് കെയർ ചെയ്യുമായിരുന്നു, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചോ, എന്ത് ചെയ്യുന്നു, ഞാൻ ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ അവൾ വിളിച്ച് തിരക്കുമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കെയറിങ് എനിക്ക് അവളിൽ നിന്ന് കിട്ടിത്തുടങ്ങി. ഞാൻ ആ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിനി നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്നും റാം പറയുന്നു. അതേ സമയത്തായിരുന്നു ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. വക്കീലായിരിക്കും, വേഗം ചെന്ന് ഡോറ് തുറക്കെന്നും റാം പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന ലീലാവതിയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് റാമിന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം പോയി ഡോറ് തുറക്കുകയാണ്. റാം പറഞ്ഞതുപോലെ തന്നെ വക്കീലാണ് വന്നിരിക്കുന്നത്. റാം സാറ് പറഞ്ഞിട്ട് വന്നതാണ്, ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്നും വക്കീൽ പറയുന്നു. റാം സാർ എവിടെയാണെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ റാം ഇവിടെയില്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ലീലാവതി കഥ കടയ്ക്കുന്നു. എന്നാലും വക്കീലിന് നല്ല സംശയം. കാരണം റാമിന്റെ വണ്ടി പുറത്തിരിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകണമെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടല്ലേ പോകൂ എന്നുള്ള സംശയം വക്കീലിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ വീട് മുഴുവൻ പരിശോധിക്കുവാനായിട്ടും വക്കീൽ തീരുമാനിക്കുന്നു. അതേസമയം അകത്തേക്ക് വന്ന ലീലാവതി റാമിനെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ റാമിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് നിക്കോള എന്നുള്ള കാര്യം റാം പറയുന്നു. അത് കേട്ടതും ലീലാവതിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. മാത്രമല്ല അതേസമയം ആരോ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുന്നു. ആരായിരിക്കുമെന്ന് ലീലാവതി ചിന്തിക്കുമ്പോൾ അത് മിക്കവാറും നിക്കോള ആയിരിക്കുമെന്നുള്ള കാര്യം റാം പറയും. എന്നാൽ അതേസമയം തന്നെ ഡോർ ഓപ്പൺ ആക്കുവാനായി പോകുന്ന ലീലാവതി റാമിന്റെ വായിൽ പ്ലാസ്റ്റർ മുട്ടിച്ചിട്ടാണ് ഇറങ്ങി ചെല്ലുന്നത്. കതക് തുറക്കുമ്പോഴോ നിക്കോള ആയിരുന്നു. നിക്കോളയെ കാണാൻ നല്ല സുന്ദരിയാണ്. അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ലീലാവതി. റാം എവിടെയെന്ന് നിക്കോള ചോദിക്കുമ്പോൾ റാം പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് നിക്കോളെ വീടിന് പുറകിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ലീലാവതി. എന്നിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. എന്റെ ഭർത്താവിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. വേഗം ഡിവോഴ്സ് റെഡിയാകും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമല്ലോ, ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നുള്ള കാര്യമൊക്കെ ലീലാവതി പറയുന്നു. കൊള്ളാലോ, എന്തായാലും ഭാര്യയ്ക്ക് വലിയ പ്രശ്നമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളല്ലേ എന്നൊക്കെ നിക്കോള കരുതുന്നു. നിക്കോള റാമിനെ കോള് ചെയ്യുവാനായി ശ്രമിക്കുമെങ്കിലും കോള് പോകുന്നതേയില്ല. എന്നാൽ നിക്കോളയും ലീലാവതിയും ഇരുന്ന് സംസാരിക്കുന്നതെല്ലാം വക്കീൽ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് റാമിനോട് തിരികെ വരുമ്പോൾ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് നിക്കോളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ലീലാവതി. എന്നിട്ട് അവൾ അകത്തേക്ക് വരുന്നു. ലീലാവതി വല്ലാത്ത ദേഷ്യത്തിലാണ് വരുന്നത്. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എന്നെ പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത്? എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയെന്ന് ലീലാവതി റാമിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് റാം കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ റാം ആദ്യമായിട്ട് ലീലാവതിയെ കാണുന്നത് ഒരു ലിഫ്റ്റ് അപകടത്തിൽ വെച്ചാണ്. ലീലാവതി ലിഫ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയം. റാമായിരുന്നു അന്ന് ലീലാവതിയെ ലിഫ്റ്റിൽ നിന്ന് രക്ഷിച്ചത്. അന്നു മുതൽ ലീലാവതിക്ക് വീണ്ടും തന്റെ പഴയ പ്രണയം റാമിനോട് തോന്നുന്നു. ലീലാവതി അങ്ങനെ റാമുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്. മാത്രവുമല്ല റാമിന് തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ഛനോട് വന്ന് പറയുന്നു. അച്ഛൻ പറയുന്നത്, ഞാനും നിന്റെ അമ്മയും എപ്പോഴും വഴക്കായിരുന്നു. നിന്റെ അമ്മ മരിച്ചു പോകുന്ന സമയത്ത് എന്നോടമ്മ ക്ഷമ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചൊരു ക്ഷമ ചോദിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളെപ്പോലെ നിങ്ങൾ ജീവിക്കരുത്. എപ്പോഴും സന്തോഷത്തോടു കൂടി മാത്രമേ ജീവിക്കാവൂ. നിങ്ങൾ രണ്ടുപേരും വഴക്കൊന്നും ഇടരുത്. അങ്ങനെയുള്ള പയ്യനാണോ എന്നുള്ള കാര്യം ഞാനൊന്ന് നോക്കട്ടെ, അവനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ അച്ഛനാണെങ്കിലോ ലീലാവതിയുടെ മുറച്ചെറുക്കനെ കൊണ്ടാണ് റാമിനെ അന്വേഷിപ്പിക്കുന്നതും. റാമിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നല്ല പയ്യനാണെന്നും വലിയ കുഴപ്പമില്ല എന്നും അറിയുവാൻ കഴിഞ്ഞു. എന്നാൽ കുറച്ചു സമയം കഴിയുന്ന സമയത്താണ് റാം പ്രിയ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നുള്ള കാര്യം അറിയുന്നത്. ലീലാവതിയെ വെച്ചുകൊണ്ട് പ്രിയ എന്ന പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്നൊക്കെ മുറച്ചെറുക്കൻ ചിന്തിക്കുന്നു. സത്യത്തിൽ ഈ റാമിന് ലീലാവതി വെറും ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നു. അവൻ ആത്മാർത്ഥമായി പ്രണയിച്ചത് പ്രിയ എന്ന പെൺകുട്ടിയാണ്. എന്നാൽ ഈ മുറച്ചെറുക്കൻ നേരെ ചെന്ന് റാമിനടുത്ത് ലീലാവതിയെ വിവാഹം കഴിക്കുന്ന കാര്യം സംസാരിക്കും. ലീലാവതിയെ ഞാൻ എന്തിനു വിവാഹം കഴിക്കണം? അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പ്രണയിക്കുന്നത് പ്രിയയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യവും പ്രിയയാണെന്നുള്ള കാര്യം റാം പറയുന്നു. എന്നാൽ അത് കേട്ട് മുറച്ചെറുക്കന് വല്ലാതെ ദേഷ്യം വരികയും നീ ലീലാവതിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും അവനെ വിരട്ടുന്നു. തയ്യാറാകാത്തത് കൊണ്ട് തന്നെ തോക്കെടുത്ത് ചൂണ്ടിയാണ് അവനെ വിരട്ടുന്നത്. ഒടുവിൽ അവരൊക്കെ വിരട്ടുന്നത് കൊണ്ട് ജീവനിൽ പേടിച്ച് ലീലാവതിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയാണ് റാം. എന്നാൽ വിവാഹത്തിന്റെ അന്ന് പോലും തോക്കു ചൂണ്ടിയാണ് ഈ മുറച്ചെറുക്കൻ റാമിനെ വിരട്ടിക്കൊണ്ടേയിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ലീലാവതി അവന് വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്നാൽ കഷ്ടപ്പെട്ടാണ് അവളെ വിവാഹം കഴിച്ചതെങ്കിലും
അവളുമായിട്ടുള്ള ജീവിതം റാമിന് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു വർഷത്തോളം അവർ രണ്ടുപേരും എൻജോയ് ചെയ്താണ് ജീവിച്ചത്. അവളുമായിട്ടുള്ള ജീവിതം റാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവരുടെ ജീവിതം മാറി മറിഞ്ഞത്. ലീലാവതി ഡയറക്ഷൻ എന്നൊരു കാര്യങ്ങളിലേക്ക് കടന്നു. അതോടുകൂടി രണ്ടുപേർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ അവളുമായിട്ടുള്ള ജീവിതമേ റാം മടുത്തു. നീ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങിയത്. നീ ഒരിക്കലും എന്നെ മൈൻഡ് ചെയ്തിട്ടേയില്ല. ഒരു വർഷത്തിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിതം നയിച്ചുകൊണ്ടേയിരുന്നത്. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് നിക്കോള വന്നത്. അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു, എന്നെ കെയർ ചെയ്തു. അവളുമായിട്ടുള്ളൊരു ജീവിതമാണ് ഞാനിനി ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ റാമാണെങ്കിലോ ലീലാവതിയോട് പറയുന്നു. റാം പറയുന്നതെല്ലാം കേട്ട് ലീലാവതിക്ക് വല്ലാതെ സങ്കടം വരുന്നു. അവന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിക്കുകയാണ്. കെട്ടഴിച്ച ഉടനെ തന്നെ റാം നേരെ പോയി സാധനങ്ങൾ പാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അതേസമയം ലീലാവതി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാം. നമുക്ക് പഴയതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സമയമൊക്കെ കണ്ടെത്താം. ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല. നിന്നെ ഞാൻ കെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള ചുമന്ന കളർ സാരി ഉടുത്തിട്ട് ഇറങ്ങി വരികയാണ് ലീലാവതി. അപ്പോഴും അവൾ കെഞ്ചി പറഞ്ഞതൊന്നും കേൾക്കാതെ അവൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ പോകുവാനായിട്ട് തയ്യാറായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നിക്കോളയിൽ നിന്നും തിരിച്ചവൻ തന്റെ അടുത്തേക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയ ലീലാവതി അവിടെയുണ്ടായിരുന്ന ഗിത്താർ എടുത്ത് അവന്റെ തലയ്ക്കടിക്കുന്നു. എന്നാൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഒരു ഫൈറ്റിനൊടുവിൽ ലീലാവതിയാണെങ്കിൽ അവനെ വലിച്ചിഴച്ച് ബാത്റൂമിലേക്കും കൊണ്ടുപോകുന്നു. അവളൊരു ഭ്രാന്തിയെ പോലെയാണ് പെരുമാറുന്നത്. അവളെ കാണുമ്പോൾ റാമിന് നാഗവല്ലിയെ പോലെ തോന്നുന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ വല്ലതും ചെയ്യുമോ? നീ എന്റെ പ്രിയപ്പെട്ടവനല്ലേ എന്നുള്ള രീതിയിലൊക്കെ ലീലാവതി സംസാരിക്കുന്നു. എന്നിട്ട് ലീലാവതി പറയുന്നുണ്ട്, ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് തന്നെ നീ എങ്ങോട്ടും പോകില്ല എന്ന് തന്നെ ലീലാവതി പറയും. അതേ സമയത്തായിരുന്നു ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. വാതിൽ തുറന്നു നോക്കുമ്പോഴോ അവളുടെ അച്ഛനായിരുന്നു വന്നത്. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ലീലാവതി. കതക് തുറന്ന ലീലാവതി, അച്ഛാ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഡ്രസ്സ് മാറുകയായിരുന്നു, എന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞ് അവര് വെളിയിൽ നിർത്തിയിട്ട് കതകടച്ചിട്ട് പോയി ലീലാവതി അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുന്നതൊക്കെ വൃത്തിയാക്കുന്നു. അതേസമയം അച്ഛനടുത്തേക്ക് ആ വക്കീൽ വരികയാണ്. നിങ്ങളുടെ മരുമകനെ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത്. അദ്ദേഹം ഈ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. ഈ വീടിന് എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ വക്കീൽ പറയുന്നു. എന്നാൽ അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. ലീലാവതി ഡ്രസ്സെല്ലാം മാറിയിട്ട് വീണ്ടും വന്ന് കതക് തുറക്കുന്നു. അച്ഛൻ അകത്തേക്ക് കിടക്കുകയാണ്. 3 വർഷമായിട്ട് ഭർത്താവുമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ തന്റെ മകൾ സന്തോഷമായി ജീവിക്കുന്നു എന്നച്ഛൻ ചിന്തിച്ചത് കൊണ്ട് തന്നെ അച്ഛൻ മകളോട് ആ ഒരു സന്തോഷം തുറന്നു പറയുകയാണ്. തന്റെ മരുമകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് ലീലാവതി കള്ളം പറയുന്നു. അല്ല, ഐസ്ക്രീം കട ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അവൻ ദൂരെ പോയത് എന്ന് ചോദിക്കുമ്പോൾ, അതോ എനിക്കൊരു ജാമു കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ഏകദേശം 30 കിലോമീറ്റർ താണ്ടി പോകണം, അതാ അവിടം വരെ പോയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ലീലാവതി കള്ളം പറയുകയാണ്. അതേസമയം അച്ഛന് ടോയ്ലറ്റിൽ പോകുവാൻ വേണ്ടിയിട്ട് തോന്നുന്നു. റാമിനെ അടച്ചിട്ടിരിക്കുന്ന ടോയ്ലറ്റിലേക്ക് പോകുവാനായി ഒരുങ്ങുമ്പോൾ അതെന്റെ ഹസ്ബൻഡിന്റെ ടോയ്ലറ്റ് ആണ്. എന്റെ ഹസ്ബൻഡ് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ ടോയ്ലറ്റ് ആരും ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ലീലാവതി പറയുന്നു. താഴത്തെ ടോയ്ലറ്റിൽ പോകുവാനായിട്ടും അച്ഛനോട് അവൾ പറയുകയാണ്. അങ്ങനെ അച്ഛൻ താഴത്തെ ടോയ്ലറ്റിലേക്ക് പോകുന്നു. അച്ഛൻ പോയ അതേ സമയം തന്നെയായിരുന്നു അച്ഛന്റെ കൂടെ തന്റെ മുറച്ചെറുക്കനുമുണ്ട്. അതുകൊണ്ട് തന്നെ മുറച്ചെറുക്കനെ എടുത്ത് അവിടുത്തെ ഒരു ആണിൽ തൂക്കുകയാണ്. നീ റാമിനെ നിർബന്ധിച്ചാണല്ലേ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്? തോക്കുചൂണ്ടി വിരട്ടിയല്ലേ അവനെ എന്നൊക്കെയുള്ള കാര്യം ലീലാവതി ചോദിക്കുമ്പോൾ, നിനക്ക് റാമിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. നിന്റെ സന്തോഷമാണ് എന്റെയും ഇഷ്ടം. നീ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ വേറൊന്നും ചിന്തിച്ചില്ല എന്നുള്ള കാര്യം മുറച്ചെറുക്കൻ പറയുമ്പോഴോ അവനെ താഴേക്ക് ഇറക്കുകയാണ് ലീലാവതി. അതേസമയം മുറച്ചെറുക്കനും ടോയ്ലറ്റിൽ പോകുവാനായി തോന്നുന്നു. അവൻ അർജന്റ് ആയതുകൊണ്ട് തന്നെ റാമിനെ അടച്ചിട്ടിരിക്കുന്ന ടോയ്ലറ്റിൽ ലക്ഷ്യമാക്കിയാണ് അവൻ ഓടുന്നത്. അച്ഛൻ വന്നിട്ട് പോകാമടാ എന്നൊക്കെ ലീലാവതി പറഞ്ഞിട്ടും മുറച്ചെറുക്കൻ നേരെ ചെന്ന് ആ ഒരു ടോയ്ലറ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നു. എന്നിട്ട് അവൻ കുറച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ലീലാവതിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അച്ഛനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും മുറച്ചെറുക്കനും ഒക്കെ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ലീലാവതി റാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. റാമിന്റെ വായിലുള്ള പ്ലാസ്റ്റർ മഴിക്കുകയാണ്. റാം പറയുന്നത്, നിന്റെ മുറച്ചെറുക്കനോട് എത്ര തന്നെ എന്നെ രക്ഷിക്കണം, ഇവിടെ നിന്നും എന്റെ കെട്ടഴിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുറച്ചെറുക്കൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതെന്താ, നീ എന്തോ തെറ്റ് ചെയ്തിട്ടാ അവൾ നിന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, അവൾ ചെയ്യുന്നതെല്ലാം ശരിയാ, അതുകൊണ്ട് നീ ഇതൊക്കെ അനുഭവിക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുറച്ചെറുക്കൻ ഇവിടെ നിന്ന് പോയത്. നിന്റെ കുടുംബക്കാരെല്ലാം ഇങ്ങനെ തന്നെ എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നു. എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ദേ ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നീയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ റാം സംസാരിക്കും.
ശരി, നിന്റെ ഇഷ്ടമല്ലാതെ നിന്നെ കൊണ്ട് നിർബന്ധിച്ചാണ് വിവാഹം കഴിപ്പിച്ചത്. അതൊക്കെ ശരി. എന്നാലും നിന്നോട് നിർബന്ധിച്ചൊരു കാര്യം ചോദിക്കുക. ഞാനുമായിട്ട് പിരിയാതിരുന്നൂടെ? ഞാൻ എന്തായാലും ഒരു വർഷത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയുമ്പോഴും അത് കേൾക്കുവാനായിട്ടൊന്നും റാം കൂട്ടാക്കുന്നതേയില്ല. നിനക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡ് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവളാണെങ്കിലോ ഡോറും ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം അവളെ കാണുവാൻ വേണ്ടിയിട്ട് പഴയ പ്രൊഡ്യൂസർ എത്തിയിരിക്കുകയാണ്. മാഡം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ അവരുടെ വണ്ടിയിൽ കയറ്റുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ലീലാവതിയുടെ ബോധവും കെടുത്തുകയാണ്. അതേസമയം വീടിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണല്ലോ വക്കീല്. ലീലാവതി പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ വക്കീലാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നു. മരത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ബാത്റൂം കാണാൻ കഴിയും. ബാത്റൂമിനകത്ത് കൂടി നോക്കുന്ന സമയത്ത് റാം അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. സാറേ, സാറിന് എന്ത് പറ്റിയെന്നൊക്കെ വക്കീൽ തിരക്കുന്നു. വക്കീൽ വിചാരിച്ചിരിക്കുന്നത് റാമിന് വയറിന് എന്തോ പ്രശ്നമാണെന്നാ. എന്നാൽ റാം തന്നെ രക്ഷിക്കണം രക്ഷിക്കണം എന്നൊന്നും പറയുന്നത് ആ മണ്ടനായ വക്കീല് കേട്ടതേയില്ല. വക്കീലാണെങ്കിൽ, സാറേ, കാര്യം കഴിഞ്ഞിട്ട് എത്രയും വേഗം പുറത്തേക്ക് വാ, എന്നിട്ട് ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ എന്നൊക്കെ പറയുന്നു. എടോ, എന്നെ ഒന്ന് രക്ഷിക്കുകയെന്ന് റാം എത്ര തന്നെ പറഞ്ഞിട്ടും വക്കീൽ അത് കേട്ടതേയില്ല. വക്കീൽ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് റാം ഇപ്പോൾ പുറത്തു വരും, പിന്നെ പുറത്തു വരുമെന്ന് ചിന്തിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയമായിരുന്നു ലീലാവതിയുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറുന്നത്. കള്ളൻ അവിടെ ആകെ പരിശോധിക്കും, ഒന്നും കിട്ടിയതേയില്ല. ബാത്റൂമിനുള്ളിലേക്ക് കടക്കുമ്പോഴോ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ റാമിനെ കാണുന്നു. റാമിനെ കണ്ട കള്ളനാണെങ്കിലോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് വായിലെ പ്ലാസ്റ്റർ അഴിക്കുന്നു. എന്നാൽ നടന്ന കാര്യങ്ങളെല്ലാം കള്ളനോട് റാം പറയുകയാണ്. എന്റെ ഭാര്യ ഇപ്പോൾ വരും, അവളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്നൊക്കെ കള്ളനോട് പറയുമ്പോഴോ കള്ളനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. അവിടെ ഉണ്ടായിരുന്ന ബാത്ടബിലൊക്കെ കയറി കളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റാം തന്റെ ATM കാർഡ് കള്ളന് കൊടുത്തിട്ട്, ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്, ഈ 2 ലക്ഷം രൂപ നീ എടുത്തോ, പകരം എന്റെ ഭാര്യയോടെ വരുന്ന സമയത്ത് അവളെ അടിച്ചിതുപോലെ കെട്ടിയിടണം എന്നുള്ള കാര്യം റാം ആവശ്യപ്പെടുന്നു. അതിന് കള്ളനും സമ്മതിക്കുകയാണ്. അതേസമയം ലീലാവതിയെ കാണിക്കും. ലീലാവതിയെ ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവന്നിരിക്കുന്നത് പഴയൊരു ചർച്ചിലേക്കാണ്. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ലീലാവതി ചോദിക്കുമ്പോൾ, മാഡം, ഒരു വർഷത്തേക്ക് മാഡം സിനിമയൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ കടമൊക്കെ വീട്ടും? മാഡം ഒരു സിനിമ എടുക്കണം. അത് കേട്ട് ലീലാവതി, ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഞാൻ എന്തായാലും സിനിമ എടുക്കാം, എന്നെ അഴിച്ചുവിടുക എന്നുള്ള കാര്യം ലീലാവതി പറയുന്നു. എന്നാൽ അങ്ങനെ ഇങ്ങനെയൊന്നും അഴിച്ചുവിടുവാനായിട്ട് പ്രൊഡ്യൂസർ തീരുമാനിച്ചില്ല. എഗ്രിമെന്റ് വെക്കണമെന്നും പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു അവിടേക്ക് കുറച്ച് പോലീസുകാർ വരുന്നത്. പോലീസുകാരോട് പ്രൊഡ്യൂസർ പറയുന്നത്, ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാ, മാഡം അഭിനയിക്കുകയാണെന്ന് കള്ളം പറയും. പോലീസുകാരും ഷൂട്ടിംഗ് ഒക്കെ കണ്ടു കളയാമല്ലോ എന്ന് കരുതി അവിടെ ഇരിക്കുകയാണ്. അതേ സമയത്തായിരുന്നു ഒരു മുഖംമൂടിയും മറ്റൊരു വേഷവും ധരിച്ച ഒരാൾ അവിടേക്ക് വരുന്നത്. അയാളാണെങ്കിലും പ്രൊഡ്യൂസറിനെയും പോലീസുകാരെയും ഒക്കെ അടിച്ചിട്ടിട്ട് ലീലാവതിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അതിൽ നിന്നും വന്നത് ലീലാവതിയുടെ ആളാണെന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാൽ വീട്ടിലേക്ക് എത്തുന്ന ലീലാവതി അവിടെ വെച്ച് കള്ളനെ കാണുന്നു. ആരാടാ നീ എന്നൊക്കെ ചോദിച്ച് അവിടെ വെച്ച് കള്ളനെ തല്ലാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ കള്ളനാണെങ്കിൽ തന്റെ കയ്യിൽ കിട്ടിയ സാധനം ഉപയോഗിച്ച് ലീലാവതിയുടെ തലക്കടിച്ചു. ലീലാവതിയുടെ ബോധവും പോവുകയാണ്. അവളെ വലിച്ചിഴച്ച് നേരെ റാമിനടുത്തേക്കും കൊണ്ടുവരുന്നു. ലീലാവതിയും ബാത്റൂമിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് റാമിനോട് ആ ഒരു കള്ളൻ പറയുന്നത്, സാറിന്റെ കെട്ടടിച്ച് വിട്ടു കഴിഞ്ഞാൽ സാർ എന്നെ ഇതുപോലെ അടിച്ച് കെട്ടിയിടില്ല എന്ന് എന്തുറപ്പ്? സാർ ആ ഒരു 2 ലക്ഷം രൂപയും തന്നില്ലെങ്കിലോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, സാറിന്റെ ATM കാർഡ് ഞാൻ എടുക്കുകയാണേ. പിന്നെ ഇത് നല്ലൊരു വീടല്ലേ, എന്റെ കുറച്ച് കൂട്ടുകാരെയും കൂടി ഞാൻ ഇവിടേക്ക് വിളിക്കുകയാണ്. ഒന്ന് പാർട്ടിയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാമെന്നും കള്ളൻ പറയുന്നു. മാത്രവുമല്ല കള്ളനാണെങ്കിൽ ലീലാവതിയെ ഒന്ന് നോക്കിയിട്ട്, സാറേ, സാറിന്റെ വൈഫ് കാണാൻ നല്ല സുന്ദരിയല്ലേ, എന്നിട്ട് എന്തിനാ ഭാര്യയെ പിരിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കാണാൻ സൗന്ദര്യമുണ്ടായിട്ട് കാര്യമില്ല, നല്ല സ്വഭാവം കൂടി ഉണ്ടായിരിക്കണം, അവളോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ റാം പറയുന്നു. എന്നാൽ കള്ളനാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് റാമിനെ ഒരുപാട് ഉപദേശിക്കും. അതൊന്നും കേൾക്കുവാനായിട്ട് റാം കൂട്ടാക്കുന്നതേയില്ല. മാത്രവുമല്ല തനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കുവാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും റാം കള്ളനോട് പറയുന്നു. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ കള്ളനാണെങ്കിൽ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ലീലാവതിക്ക് ബോധം വരുന്നു. ലീലാവതി റാമിനോട് പറയുന്നത്, നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് എന്നെയും കെട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ച് ഈ പ്രശ്നമൊക്കെ ഒത്തുതീർപ്പാക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ ലീലാവതി പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് റാമിന്റെ മടിയിൽ കയറിയിരിക്കുന്നു. പക്ഷേ റാമിനതൊന്നും ഇഷ്ടമാകുന്നതേയില്ല. റാമാണെങ്കിലോ ലീലാവതിയെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം കള്ളൻ തന്റെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ച് പാർട്ടി നടത്തുകയാണ്. അതേസമയം ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. കതക് തുറന്നു നോക്കുമ്പോൾ
അത് നിക്കോളയായിരുന്നു. റാമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാഡം ആരാ എന്ന് കള്ളൻ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ നിക്കോള എന്നുള്ള മറുപടി പറയുമ്പോൾ, ഓ, മാഡത്തിനെ കുറിച്ചാണ് സാറ് പറഞ്ഞിരുന്നത്. മാഡമല്ലേ സാറിന്റെ കാമുകിയെന്ന് കള്ളൻ ചോദിക്കുന്നു. അതേ എന്ന് പറഞ്ഞ് നിക്കോള അകത്തേക്ക് കടക്കുകയാണ്. എന്നാൽ അവന്മാരുടെ പെരുമാറ്റത്തിൽ നിന്നും അത് കള്ളന്മാരാണെന്നുള്ള കാര്യം നിക്കോളയ്ക്ക് മനസ്സിലായി. നിക്കോളയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുവാനൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ കള്ളന്മാരെയൊക്കെ അടിച്ചു വീഴ്ത്തുന്നു. എന്നാൽ അവന്മാരാണെങ്കിൽ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്നു. വലിയ ഫൈറ്റിനൊടുവിൽ കള്ളൻ തന്റെ കയ്യിൽ കിട്ടിയ സാധനമെടുത്ത് നിക്കോളയുടെ തലയ്ക്കടിക്കുകയാണ്. അതോടെ നിക്കോളയുടെ ബോധവും പോകുന്നു. എവിടെയാണോ റാമിനെയും ലീലാവതിയും കെട്ടിയിട്ടിരിക്കുന്നത് അതേ ബാത്റൂമിലേക്ക് തന്നെ നിക്കോളയും കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. നിക്കോളയ്ക്ക് ബോധവുമില്ല. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, ഇതുപോലെ പലരും വന്നുകൊണ്ടേയിരിക്കും. തങ്ങളുടെ ജീവൻ ആപത്താണ് എന്ന് ചിന്തിച്ച ആ ഒരു കള്ളന്മാരാണെങ്കിലോ അവര് 3 പേരെയും ബാത്റൂമിൽ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബാത്റൂമിൽ റാമും റാമിന്റെ കാമുകിയായ നിക്കോളയും റാമിന്റെ ഭാര്യയായിട്ടുള്ള ലീലാവതിയുമാണുള്ളത്. കുറച്ചു കഴിയുമ്പോൾ നിക്കോളയ്ക്ക് ബോധം വരുന്നു. ബോധമെന്ന നിക്കോള റാമിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തന്റെ ഭാര്യയാണെന്ന് റാം പറയുന്നു. എനിക്ക് അപ്പോഴേ തോന്നി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. എന്ത് മാന്യെ പോലെയാ എൻ്റെ അടുത്ത് അഭിനയിച്ചത് എന്നൊക്കെ നിക്കോള പറയുമ്പോൾ അവൾ ദേ പുറകിലിരിക്കുന്നു. അവളെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കുന്ന റാം സിഗ്നൽ കൊടുക്കുന്നു. അതേസമയം അവർ രണ്ടുപേരും തന്നെ കുറ്റപ്പെടുത്തുന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ലീലാവതി. മാത്രമല്ല പിന്നീടങ്ങോട്ട് റാമും നിക്കോളയും ഒരുമിച്ച് നിന്ന് ലീലാവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇവർക്കിടയിൽ താൻ വേണ്ട, താൻ എന്തായാലും ഡിവോഴ്സിന് സമ്മതിക്കാമെന്നൊക്കെ ലീലാവതി തീരുമാനിക്കുന്നു. അങ്ങനെ ലീലാവതിയാണെങ്കിലോ എന്തായാലും നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം, ഞാൻ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാം, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെന്നും ലീലാവതി പറഞ്ഞുകൊണ്ട് കയ്യിലെ കെട്ടൊക്കെ അഴിക്കുകയാണ്. 3 പേരും ചേർന്ന് കെട്ടൊക്കെ അഴിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവർ 3 പേരിൽ നിന്ന് സംസാരിക്കുകയാണ്. ലീലാവതി പറയുന്നത്, ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നതിന് മുൻപ് ഒരു 3 മണിക്കൂർ നീ എനിക്ക് തരണം. ആ ഒരു 3 മണിക്കൂർ മാത്രം തന്നാൽ മതി. എന്തായാലും നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഇനി എന്തായാലും നിന്റെ ജീവിതത്തിൽ ഞാൻ എന്തായാലും കാണില്ല. അതുകൊണ്ട് കുറച്ചു സമയം എനിക്ക് തരണമെന്നും ലീലാവതി ആവശ്യപ്പെടുന്നു. റാം അതിന് സമ്മതിക്കുകയാണ്. നിക്കോളയോട് വീട്ടിലേക്ക് പോകുവാനായിട്ടും റാം ആവശ്യപ്പെടും. നിക്കോള പോയി കഴിഞ്ഞതും ലീലാവതി റാമിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകുന്നു. 1 വർഷമായിട്ട് അവർ എങ്ങനെയാണോ ജീവിച്ചത് ആ സന്തോഷമെല്ലാം അവന് കൊടുക്കണമെന്ന് അവൾ കരുതുന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം അവൾ അവനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ താൻ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം തിരിച്ചു പിടിക്കണമെന്നും ലീലാവതി തീരുമാനിക്കുന്നു. റാമിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലീലാവതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അപ്പോഴെല്ലാം റാമിന്റെ മനസ്സ് നിക്കോളയിലായിരുന്നു. മാത്രമല്ല റാമിന് ഒരു സന്തോഷവും കിട്ടുന്നതേയില്ല. അതോടുകൂടി ലീലാവതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി ആരെയും പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, തന്റെ അഭിമാനമാണ് തനിക്ക് വലുത്. റാമിനെ അവന്റെ ഇഷ്ടത്തിന് വിടാമെന്നും ലീലാവതി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ എല്ലാം സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. ലീലാവതി ക്ഷീണം കാരണം ഉറങ്ങുവാനായും കിടക്കുന്നു. പുറത്തേക്ക് വരുന്ന റാമാണെങ്കിലോ വക്കീലിനെ കാണുകയാണ്. വക്കീൽ റാമിനെ കാത്ത് വീടിന് പുറത്തുണ്ട്. ഡിവോഴ്സ് പേപ്പറിൽ സാർ എങ്ങനെയെങ്കിലും സൈൻ ചെയ്ത് തട്ടണമെന്ന് വക്കീൽ ആവശ്യപ്പെടുമ്പോൾ റാം ഉടനെ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുകയാണ്. ലീലാവതി ഉറക്കമാ. രാവിലെ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിയാൽ മതിയെന്നും വക്കീലിനോട് റാം പറയുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ലീലാവതി എവിടേക്ക് വരുന്നത്. ലീലാവതിയും സൈൻ ചെയ്ത് കൊടുക്കുവാനായും തീരുമാനിക്കുന്നു. സൈൻ ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയമായിരുന്നു ലീലാവതി മയങ്ങി വീഴുന്നത്. അപ്പോഴേക്കും നിക്കോളയും അവിടേക്ക് എത്തിയിരുന്നു. ഉടനെ തന്നെ നിക്കോളയുടെ കാറിൽ ലീലാവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. എന്നാൽ അതേ സമയമായിരുന്നു തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ അച്ഛനും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത അറിയുന്നത്. എന്തെന്നാൽ ലീലാവതി പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ മുൻപേ അറിഞ്ഞതുകൊണ്ടാണ് 1 വർഷത്തേക്ക് അവൾ ബ്രേക്ക് എടുത്തതും. എന്നാൽ ലീലാവതി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതോടുകൂടി റാം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ഒരു കാര്യം എന്നോട് മുൻപേ പറയാത്തതെന്ന്. ഞാൻ എന്തിനാ പറഞ്ഞിട്ട്, നീ എന്തായാലും നിന്റെ കാമുകിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ കാരണം ആരുടെയും ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. നീ പറഞ്ഞത് 1 വർഷമായിട്ട് മാത്രമേ ഞാൻ നിന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചുള്ളൂ എന്നല്ലേ. അതിനുശേഷം ഞാൻ നിന്നെ കെയർ ചെയ്തില്ല എന്ന്. സത്യത്തിൽ ഞാൻ എൻ്റെ പാഷനെ നോക്കി എൻ്റെ കരിയർ നോക്കിയതിന് എന്താ തെറ്റ്? ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാനായി ശ്രമിച്ചു, അതിനെന്താ തെറ്റ്? ഞാൻ ജോലിക്ക് പോയപ്പോൾ നിനക്കത് വലിയ പ്രശ്നം. പക്ഷേ നിങ്ങൾ ആണുങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാറല്ലേ ചെയ്യുന്നത്. അപ്പോഴെല്ലാം ഞങ്ങൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലോ. പക്ഷേ ഞങ്ങൾ ആരും തന്നെ മറ്റൊരു പുരുഷനെ തേടി പോയിട്ടില്ല. പക്ഷേ പെണ്ണുങ്ങൾ ജോലിക്ക് പോയ സമയത്ത് നിങ്ങൾ ആണുങ്ങളൊക്കെ അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ തേടി പോയില്ലേ. സ്നേഹം എന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ല.
ഞാൻ ഇത്രയും നാള് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനെ പോലൊരാളെ എൻ്റെ ഭർത്താവായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാ നിന്നെ കണ്ടപ്പോൾ നിന്റെ സ്വഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ ഇനി നിന്റെ സ്നേഹം ഞാൻ പിടിച്ചു വാങ്ങില്ല. നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിടുകയാണ്. നീ നിക്കോളയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞിട്ട് അച്ഛനൊപ്പം പോവുകയാണ് ലീലാവതി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു റാമിനടുത്തേക്ക് ലീലാവതിയുടെ ഒരു സുഹൃത്ത് വന്നിട്ട്, അവളൊരു പാവമാ, നിനക്ക് ഭാഗ്യമായിരുന്നു അവളെ പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയത്. നിനക്കൊരു കാര്യം അറിയാമോ? അവൾ നിന്നെ കുറച്ചു നാളായിട്ട് മാത്രമല്ല പ്രണയിക്കാൻ തുടങ്ങിയത്. കുട്ടിക്കാലം മുതലേ അവൾ നിന്നെ പ്രണയിക്കുകയാണ്. ആശ്രമത്തിൽ വെച്ച് നീ കേക്ക് ഡോഗിന് കൊടുത്തില്ലേ? അപ്പോൾ മുതൽ അവൾ നിന്നെ പ്രണയിക്കുവാനായും ആരംഭിച്ചു. ആശ്രമത്തിൽ നീ നന്നായിട്ട് ജീവിക്കണമെന്ന് കരുതിയിട്ടാണ് അവൾ അവിടേക്ക് ഒരുപാട് കാശ് ഡൊണേഷൻ കൊടുക്കുമായിരുന്നു. പക്ഷേ നീ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവൾ നിന്നെ പണ്ടേ പ്രണയിക്കുകയാണ്. നീ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് കൂട്ടുകാരി പറയുന്നു. അത് കേട്ട് റാം ആകെ തകർന്നു പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിക്കോളയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം അച്ഛനോടൊപ്പം പോവുകയായിരുന്ന ലീലാവതിയെ ആ ഒരു പ്രൊഡ്യൂസർ വീണ്ടും കടത്തിക്കൊണ്ടു പോകുന്നു. 3 ലോക്കുള്ള ഒരു ഷൂട്ടിംഗ് സെറ്റ് ഉണ്ട്. അവിടേക്കാണ് ലീലാവതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അതിലായിട്ട് അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വിവരം റാമും അറിയുന്നു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്നും റാം തീരുമാനിക്കും. കൂടെ നിക്കോളയുമുണ്ട്. ആ ഒരു ലോക്കിൽ നിന്നെല്ലാം അവൻ അവളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ലീലാവതിയെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി റാം അറിയുന്നത്. സത്യത്തിൽ പണ്ട് റാമിനെ ഒരു പെൺകുട്ടി പ്രണയിച്ചിരുന്നില്ലേ, പ്രിയ. അവർ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടേയില്ല. ഫോൺ വഴിയായിരുന്നു വിളിക്കലും സംസാരിക്കലും ഒക്കെ. സത്യത്തിൽ ആ പെൺകുട്ടി മറ്റാരുമല്ല, അത് ഈ ലീലാവതി തന്നെയാണ്. ലീലാവതി അവനെ ഒൺസൈഡായിട്ടായിരുന്നല്ലോ പ്രണയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവനോടൊപ്പം സംസാരിക്കുവാനായിട്ടും അവനെ പ്രണയിക്കുവാൻ വേണ്ടിയിട്ടും അവൾ കണ്ടെത്തിയ വഴിയായിരുന്നു പ്രിയ എന്നൊരു പേരിൽ അവനെ ഫോൺ വിളിക്കാനായും തുടങ്ങിയത്. അതെല്ലാം അറിയുന്ന റാം ലീലാവതിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം അവർക്കടുത്തേക്ക് നിക്കോള വരുന്നു. നിക്കോള പറയുന്നത്, നിങ്ങൾ ഇനി മുതൽ സന്തോഷത്തോടു കൂടി സ്നേഹിച്ച് ജീവിക്കണം. നിങ്ങൾക്കിടയിലേക്ക് വന്ന മൂന്നാമത്തെയാൾ ഞാനാണ് മാറി തരേണ്ടത്. നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് ജീവിക്കണമെന്നും പറഞ്ഞിട്ട് നിക്കോള അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതേസമയമാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ലീലാവതി പ്ലാൻ ചെയ്തിട്ട് നടന്നതാണ്. ആ ഒരു പ്രൊഡ്യൂസർ അവളെ കടത്തിക്കൊണ്ടു പോയില്ലേ, അതെല്ലാം ലീലാവതിയുടെ പ്ലാനാണ്. അവിടെ അവളെ രക്ഷിക്കുവാനായിട്ട് ഒരാൾ വന്നില്ലേ, അതും അവളുടെ പ്ലാനാ. മാത്രമല്ല, ഒരു കള്ളൻ അവരുടെ വീട്ടിൽ മോഷ്ടിക്കുവാനായും കയറിയില്ലേ, അതവരുടെ ഷൂട്ടിംഗ് സെറ്റിലെ അസിസ്റ്റന്റ് ആണ്. ഇതിൽ നന്നായിട്ട് അഭിനയിച്ചാൽ നിനക്ക് സിനിമയിൽ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞാണ് കള്ളനായിട്ട് അവനെ കൊണ്ട് അഭിനയിപ്പിച്ചതും. എങ്ങനെയെങ്കിലും റാമിന്റെ മനസ്സിൽ ഒരു ഇടം നേടണം, അവനിൽ സിമ്പതി വർക്കൗട്ട് ആക്കണം. അത് മാത്രമായിരുന്നു ലീലാവതിയുടെ ആവശ്യവും. അതിനാണ് അവൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. അവൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. തന്റെ ജീവിതം അവൾ തിരികെ പിടിച്ചിരിക്കുകയാണ്. പ്രണയത്തിന് വേണ്ടിയിട്ട്, പ്രണയം തിരികെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, തന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് താൻ ഏതറ്റം വരെയും പോകുന്നതിൽ തെറ്റില്ല എന്ന് ലീലാവതി പറയുന്നതോടു കൂടിയാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു രസകരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.